മണിപ്പൂർ അശാന്തമായി തുടരുകയാണ്. മണിപ്പൂരിൽ നമ്മുടെ വാർത്താസംഘം ക്യാമ്പ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. മെയ്തി വിഭാഗവും അതേപോലെ കുക്കി വിഭാഗം ഇവർ രണ്ടിൻ്റെയും മേധാവികളുമായി വിനീത വിജയ് സംസാരിച്ചു. അങ്ങനെ മണിപ്പൂർ നമ്മുടെ വാർത്താ കേന്ദ്രമായി മാറി. മാത്രമല്ല മലയാള ടെലിവിഷനിൽ ആദ്യമായിട്ടാണ് മെയ്തിയുടെ മേധാവിയായിട്ടും അതുപോലെ കുക്കി മേധാവിയുമായിട്ടും ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. മണിപ്പൂർ കലുഷിതം. മണിപ്പൂരിൽ ചെറുതും വലുതുമായ നിരവധി സംഘടനകളുണ്ട്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു മേഖലയിലേക്ക് കടക്കണമെങ്കിൽ ഇവരുടെ അനുവാദം വാങ്ങണം. സ്ത്രീ സംഘടനകളടക്കം അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. കാങ്ചോക്കിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട്. കുക്കി മെയ്തി ഏറ്റുമുട്ടൽ തുടരുന്ന കാങ്ചുക്കിലെ ഫയിങ് റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഭാഗത്തും കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇവിടെ നടക്കുകയാണ്. ആ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഏതൊരാളെയും അവരവരുടെ ഭാഗങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മെയ്തി വിഭാഗങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ്. കാങ്ചുക്കിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ആ മലനിരകൾക്ക് സമാനമായിട്ടുള്ള മേഖലകളിലൊക്കെ കുക്കി ആധിപത്യമാണുള്ളത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒരു കൂട്ടം സ്ത്രീകൾ അവരിവിടെ ഇരിക്കുകയാണ്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ മേഖലകളിലൂടെ വരുന്ന ആളുകളെയൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. എന്തിനാണ് പോകുന്നത്, ഇവരുടെ വിഭാഗക്കാർ തന്നെയാണോ അതോ കുക്കികൾ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ആ പരിശോധനയിലുള്ളത്. നമുക്ക് ഇങ്ങനെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പ്രായമായവരുണ്ട്, അങ്ങനെ വിവിധ സ്ത്രീകളാണ്. ഇവർക്കൊക്കെ മണിപ്പൂരി ഭാഷയാണ് അറിയുന്നത്. ahing tumbasu kire kukina mathakdagi numai sum kapsilakpanena adai lawsing ubasu akhoi lawsing lokpa chakpasu kire kukina sum attack tawe pom thadare adagi numai kapsil akhoi maitainadi cho horude. അവർ മണിപ്പൂരി ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത് അവർ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഈ കുക്കികൾ ഇവരുടെ വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു. വലിയ ഭീതിയിലാണ് അവരുള്ളത്. ഈ ആക്രമണങ്ങൾ ഉണ്ടായ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഇവരുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ എതിരെ ഇത്തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അഖോയി മണിപ്പൂർ സർക്കാർ അത്തുമതംദ യാം തുന ലാൻജലോ സിംബിബ സോപ് ഭജന സോപ് തോബിബ അവരിപ്പോൾ പറയുന്നത് അവരുടെ ചില ആവശ്യങ്ങളാണ്. മണിപ്പൂർ സർക്കാർ സമാധാനം തിരികെ കൊണ്ടുവരണം, ഇങ്ങനെ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്കെതിരെ ആവശ്യമായിട്ടുള്ള രീതിയിൽ നടപടിയെടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോകേണ്ടതല്ലേ, സർക്കാർ എന്തുകൊണ്ടാണ് ഇനിയും മിണ്ടാതിരിക്കുന്നത്, ഈ ആക്രമണങ്ങൾ തടയാൻ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നൊക്കെയാണ് ഈ സ്ത്രീകൾ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഓരോ വിഭാഗത്തിനും പ്രാതിനിധ്യമുള്ള വിവിധ മേഖലകളിൽ അവരുടെ സ്ത്രീകളടക്കം ഇങ്ങനെ റോഡുകളിൽ ചെറിയ തമ്പടിച്ച് അവരങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ അവർക്ക് മറ്റു വിഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് എങ്കിൽ അവരവിടെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് വീടുകളിലേക്ക് പോലും മടങ്ങിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് അവർ പറയുന്നത്. ഈ കാങ്ചുക്കിന് സമീപമുള്ള ഹെങ് റോഡിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി 24.